അപ്പാർട്ട്മെൻറ്റിൻ്റെ അമ്യൂണിറ്റീസൊക്കെ ഒന്ന് കാണാം. നമുക്ക് എന്തായാലും താഴെ പോകാം കേട്ടോ. നമ്മൾ 5th ഫ്ലോറിലാണ് ഉള്ളത്. എല്ലാം താഴെയാണ് സൗകര്യങ്ങളെല്ലാം. നമ്മൾ പോയി നോക്കാം. മാസ്ക് ഇല്ലാതെ എവിടേക്കും പോകാൻ പറ്റില്ല. മാസ്ക് ഇടാണ്. മെല്ലെ പോകാം. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാ ഇങ്ങനെ വരാന്തയിലേക്ക് വന്നാൽ ഇങ്ങനെ പോയാൽ നമുക്ക് ലിഫ്റ്റിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പോയാൽ നമ്മുടെ കാർ പാർക്കിംഗ് ഗരാജിലേക്ക് എത്താൻ പറ്റും. ആക്ച്വലി അങ്ങോട്ട് പോണ വഴിയിൽ കുറേ റൂമുകളുണ്ട്. ഇതൊക്കെ എന്ത് റൂമാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ജാനിറ്റ് റൂമോ എന്നറിയില്ല എന്താണ്. അതൊന്ന് മെക്കാനിക്കൽ റൂമാണ്. ഇതിനൊന്നും നമുക്ക് ആക്സസ് ഇല്ല. അതിൻ്റെ ഇവിടെ AC യൂണിറ്റ് കൂടി ഉണ്ട് വരാന്തയിൽ. ആൻഡ് യെസ്, ഇവിടെ ട്രാഷ് റൂമുണ്ട്. ട്രാഷ് റൂമിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. ട്രാഷ് റൂം ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, ഒരു റൂമുണ്ട്. ഇതൊന്നും എന്തിനാണെന്നറിയില്ല. നമുക്കൊന്നും ആക്സസ് ഇല്ല. നമുക്ക് വലിയ പുറത്തേക്ക് വിടാം. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഇതാണ് 5th ഫ്ലോർ ഗരാജ്. നമ്മുടെ കാർ അവിടെ നമ്മുടെ കാർ ഇവിടെ ഉണ്ട്. ഓപ്പൺ ഗരാജാണ് ഇത് മാത്രം. ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മുടെ കാർ കിടക്കണം. ഈ ടൗൺ സെൻറ്റർ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടുന്ന്. സോ അതാണ് നമ്മുടെ ഗരാജ്. സോ ഇതുണ്ട് അവരുടെ വീട്ടുകളിലൊക്കെ റീത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. ഇവിടെയൊക്കെ കോവിഡിൻ്റെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 5th ഫ്ലോറിലുള്ള നമ്മൾ ഫസ്റ്റ് ഏയിലേക്ക് പോവാം. ഏറ്റവും താഴേക്ക് അവിടെ പൂളൊക്കെ ഉള്ള പല്ല് പിടിക്കണം. ഹായ്. പൂള ഓപ്പൺ അല്ല തോന്നും. ഇത് സ്പേസ് ഈസ് ഓപ്പൺ എന്നാണ് പറയണത്. ഇവിടെ ഇങ്ങനെ ബാർബിക്യൂ പ്ലേസൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ ഒന്നും ഇതുവരെ വന്നിരുന്നിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഫയർ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി പെറ്റ് ഫ്രണ്ട്ലി അപ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് നമ്മുടെ പൂള്. ആകെ ഒരു വർഷമാണ് ഈ പൂൾ ഉപയോഗിച്ചത്. ഹായ്. ഇവിടെ ബാർബിക്യൂ ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്യാം. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു ഫോബ് തരും ഒരു. സോ അതാണ് പൂള് ഉണ്ട്. സോ ഇവിടെ റെസ്റ്റ് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. സോ അതിവിടെ വുമൻ റെസ്റ്റ് റൂം, മെൻ റെസ്റ്റ് റൂം, റെസ്റ്റ് റൂം. പിന്നെ ഇവിടെ നമുക്ക് വെള്ളവും കൂടി കുടിക്കാം. സോ കാരണം ഇതിൻ്റെ നേരെ അടുത്ത് ജിമ്മുണ്ട്. ഒരു ജിമ്മൻ കണ്ടില്ലേ അവിടെ ഉണ്ട്. യു ക്യാൻ സീ ഇറ്റ് ഫ്രം ഹിയർ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഞാൻ അവരുടെ പ്രൈവസി വെറുതെ കളയണില്ല.
മര്യാദയ്ക്ക് ജിമ്മ് ചെയ്യണവർ ചെയ്തോട്ടെ. എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ മെയിൽ റൂമിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. സോ എല്ലാവരുടെയും മെയിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. നമ്മൾ മെയിലെടുത്തിട്ട് പോയാലോ? നമ്മൾ മെയിലെടുത്തിട്ട് പോവാം. ആക്ച്വലി നമ്മുടെ മെയിൽ ഇവിടെയാണ്. നമുക്കൊരു തേങ്ങ വന്നിട്ടില്ല, വെറും പരസ്യം മാത്രം. ഇങ്ങനെ പരസ്യങ്ങൾ മാത്രം വരുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ അങ്ങനെ എടുത്തിട്ട് ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, ഈ ഡസ്റ്റ്ബിൻ്റെ അകത്ത് ഇടണം. സൂക്ഷിക്കണം, കീ എടുത്തിട്ട് ഇടാൻ പാടില്ല. ആൻഡ് ഓൾസോ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഈ സബ്വേൻ്റെ പാക്കേജ് കൺസേജ് ഉണ്ട്. നമുക്ക് നമ്മുടെ പേര് അടിച്ചു കൊടുത്താൽ ബോക്സ് ഓപ്പൺ ആവും. ഐ മീൻ എന്താ പറയുക, ലോക്കർ ഓപ്പൺ ആവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാക്കേജ് നമുക്ക് ഇവിടെ നിങ്ങളൊരു സ്റ്റുഡിയോ റൂമുണ്ട് കേട്ടോ. ഈ സ്റ്റുഡിയോ റൂം ഇത്രയും ദിവസം ഓപ്പൺ ആയിരുന്നില്ല. എന്തൊരു കഷ്ടം നോക്ക്. ഞാൻ പോകാൻ നേരത്താണ് ഇത് ഓപ്പൺ ആവണം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റുഡിയോ റൂമാണ്. കണ്ട, ഒരു ടി വി ഉണ്ട്. നമുക്ക് അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തിട്ട് യോഗയൊക്കെ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. സൂപ്പറല്ലേ? എൻ്റെ ഇവിടെ ഒരു സൈക്കിളും കൂടി ഉണ്ട്. അയ്യോ, എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ഇത്രയും ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഇതാണ് ജിം കേട്ടോ. ഇവർ കയറ്റണില്ല. ഒരാളുള്ളിലുണ്ടെങ്കിൽ അടുത്താൾ കയറ്റണില്ല. നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. I don't know how much you can save. കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഇപ്പം നമ്മളുള്ളത് ഗെയിമിംഗ് റൂമിലാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വെരി ലെസ് യൂട്ടിലൈസ്ഡ്. ഇതൊക്കെ എന്തൊക്കെ ഗെയിമാണ് കേട്ടോ, എന്തൊക്കെയാണെന്നൊന്നും അറിയുന്നില്ല. ഇവിടെ ഇരുന്ന് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു സ്റ്റൂളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൗച്ചുണ്ട്. പോക്കർ ഗെയിംസൊക്കെയാണ് ഈ വേഗസിലൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിംസ്. പിന്നെ ഇതുണ്ട്, പൂള്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെ അത് ആ സൈഡിൽ പോയിട്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ലൈക്ക് ദിസ്. സോ ഇത് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പൂള് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയല്ലേ? ഇവിടെ ഒരു ഗെയിമുണ്ട്. എന്താണ്? ഇതാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഫ്ലോർ അവിടെയാണ്. ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ്. ഇതാണ് കോംപ്ലക്സ്.
സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും ഈ അപ്പാർട്ട്മെൻറ്റ് ഓരോ സൗകര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അമേരിക്കയിലെ ഏകദേശം എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും തോന്നുന്നു. ഞങ്ങൾ ഇരുന്ന അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു അടിപൊളി റോഡ് ട്രിപ്പ് സീരീസ് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൂടി കിട്ടുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ.